അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്ന നല്ല ഇന്റലിജന്റ് ആയി പ്ലാൻ ചെയ്ത ഒരു ഇൻട്രൊഡക്ഷൻ സീനിനെ പറ്റിയാണ് ഈ വീഡിയോ. അപ്പോൾ ഈ കാണുന്ന ആട് 2 എന്ന സിനിമയിലെ ഇൻട്രൊഡക്ഷൻ സീനിൽ ഇതിനും മാത്രം എന്താ ഇപ്പൊ ഇത്ര ഇന്റലിജൻസ് എന്നാണ് ചോദ്യമെങ്കിൽ നമുക്കതിന്റെ ഫ്ലാഷ് ബാക്ക് ഒന്ന് നോക്കാം. തിയേറ്ററിൽ ഇറങ്ങി ശ്രദ്ധിക്കപ്പെടാതെ പോയ എന്നാൽ പിന്നീട് ടെലിവിഷനിലൂടെയും മൊബൈൽ ഫോണുകളിലൂടെയും ജനപ്രീതി നേടിയെടുത്ത ആ ഒരു ജനപ്രീതി സോഷ്യൽ മീഡിയ ട്രോളുകളിലൂടെ പുറത്തു വരുന്നത് കണ്ട് അതിൽ വിശ്വസിച്ചൊരു രണ്ടാം ഭാഗം എടുത്ത് സൂപ്പർ ഹിറ്റ് അടിച്ചൊരു ചരിത്രമാണ് ആട് ഫ്രാഞ്ചൈസിന്റേത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പാർട്ടിലെ നായകന്റെ ഇൻട്രൊഡക്ഷൻ സീൻ നോക്കുകയാണെങ്കിൽ നല്ല മാസായി ഓടി വന്ന് തന്റെ കൂട്ടത്തിലുള്ളവരെ ആക്രമിക്കാൻ ശ്രമിച്ച ആളുകൾക്ക് നേരെ ചവിട്ടാൻ കാല് പൊക്കി നടുവെട്ടി വീഴുന്നതാണ് നായകന്റെ ഇൻട്രോ. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരവിടെ മാസല്ല മറിച്ച് കോമഡിയാണ് നായകന്റെ ഇൻട്രൊഡക്ഷനിൽ കൂടുതലായും വർക്കൗട്ട് ആക്കാൻ ശ്രമിച്ചതെന്ന്. അത് വർക്കൗട്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 2 വർഷങ്ങൾക്കിപ്പുറം അതേ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം വരുമ്പോൾ സംഭവിച്ച വലിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്കിടയിൽ ഈ ഷാജി പാപ്പൻ എന്ന നായക കഥാപാത്രത്തിന് ഇപ്പൊ മൊത്തത്തിലൊരു മാസ് ഹീറോ പരിവേഷമാണുള്ളത്. മലയാളത്തിൽ തന്നെ സൂപ്പർ താരങ്ങളുടെ കൈവശം മാത്രമുള്ള സിനിമയ്ക്കു മേലെ ഫേമസ് ആവുന്ന ഒരു ഐക്കണിക് സ്റ്റാച്ചർ നേടിയെടുത്തൊരു കഥാപാത്രമായി അപ്പോഴേക്ക് ഷാജി പാപ്പൻ മാറിയിരുന്നു. സോ രണ്ടാം പാർട്ടിൽ അങ്ങനെ ഒരാളുടെ ഇൻട്രോ ഫസ്റ്റ് പാർട്ടിൽ അതേപടിയാക്കാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്താൽ രണ്ടുണ്ട് പ്രശ്നം. ഒന്ന് തീർച്ചയായും ആവർത്തന വിരസത, മറ്റൊന്ന് ഇന്ന് ഷാജി പാപ്പന് ജനങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഹീറോയിക് ഇമേജ്. ഇത്തവണ ചവിട്ടാൻ വന്നാൽ ചവിട്ടിയിട്ട് പോണം, അതാണ് പ്രേക്ഷകർക്ക് വേണ്ടത്. അങ്ങനെ ഒടുക്കം കൃത്യമായി രണ്ടാം ഭാഗത്ത് ഷാജി പാപ്പന്റെ ഇൻട്രൊഡക്ഷനിൽ അദ്ദേഹം മാസായി വരുന്നു, തന്റെ കൂട്ടാളികളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ആളെ എടുത്ത് പുഴയിലേക്ക് എറിയുന്നു, എന്നിട്ടൊരു മാസ് ഡയലോഗും. അങ്ങനെ ഷാജി പാപ്പൻ എന്ന ആ കഥാപാത്രത്തിന് ഇപ്പോൾ ഉള്ള ആ ഒരു ബ്രാൻഡ് ഇമേജിന് ചേർന്നൊരു ഇൻട്രോ. പക്ഷെ അപ്പോഴും ഇതൊരു കോമഡി സിനിമയാണല്ലോ, ഇങ്ങനെ പോയത് വെറും മാസ് സിനിമ മാത്രമാവില്ലേ? ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുന്നതിന് തൊട്ടു മുൻപ് ഇത്തവണ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തത് പാപ്പന്റെ പിള്ളേര് തന്നെയാണെന്നുള്ള റിവലേഷൻ കേൾക്കുമ്പോൾ പുള്ളി ബോധം കെട്ട് നിലത്ത് വീഴുന്നു. യെസ്, അതിലൂടെ കോമഡിയും വർക്കൗട്ടായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു കഥാപാത്രത്തിന് കിട്ടിയ ഫെയിമും പോപ്പുലാരിറ്റിയും ഓഡിയൻസ് എക്സ്പെക്ടേഷൻസും ഒക്കെ ഒരു ഭാരമായി കാണാതെ വളരെ ഇന്റലിജന്റായി അവരുണ്ടാക്കിയെടുത്തൊരു ഇൻട്രോ സീനായിരുന്നു ആട് 2 എന്ന സിനിമയിലേത്. ഇനി നമുക്ക് കാത്തിരിക്കാം ആട് 3 എങ്ങനെയാവുമെന്ന്.